വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി 24 മുതൽ 31 വരെ പിട്ടാപ്പിള്ളിൽ ലെഗസി ഫെസ്റ്റ് ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു. ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ഏകദേശം 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകരടി അകപ്പെട്ടത്. കരടിയെ അമരമ്പലത്തെ RRT ക്യാമ്പ് ഓഫീസിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി കെ കോളനി, കവളമുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പുഞ്ച തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ മാസങ്ങളായി കരടിയെത്തുന്നത് പതിവായിരുന്നു. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടകൾ ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത്. സ്വത്ത് വകകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ 2 കെണികളും കരടിയുടെ നീക്കം നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും ക്ഷേത്രങ്ങളിലെത്തുന്ന കരടി കൂട്ടിലകപ്പെടാതെ നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വെച്ച് വീണ്ടും വനം വകുപ്പ് അധികൃതർ കെണിയൊരുക്കിയതോടെ കരടി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അതിൽ അകപ്പെടുകയായിരുന്നു. നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാലിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളിക വനം റേഞ്ച് ഓഫീസർ P രാജീവിന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KP അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ വെള്ളിയാഴ്ച പുലർച്ചെ 2:30യോടെ കരടിയെ കൂട് സഹിതം അമരമ്പലം RRT ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റുകയായിരുന്നു. വനം വെറ്റിനറി സർജൻ ഡോക്ടർ S ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം പരിശോധന നടത്തി. കരടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ S ശ്യാം പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും നിതാന്ത പരിശ്രമത്തെ തുടർന്നാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കരടിയെ പിടികൂടാൻ സാധിച്ചതെന്നും ഉന്നതാധികാരികളുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അതുവരെ RRT ക്യാമ്പ് ഷെഡിൽ പാർപ്പിക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ പറഞ്ഞു. കുറച്ചു കാലമായിട്ട് ടി കെ കോളനി, തേൽപ്പാറ, പുഞ്ച ഭാഗങ്ങളിൽ സ്ഥിരമായി കരടി പുറത്തേക്ക് ഇറങ്ങി അമ്പലങ്ങളിലൊക്കെ കയറി അവിടുത്തെ എണ്ണ കുടിക്കും, ബാക്കിയുള്ള സാമഗ്രികൾ നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അത് സ്ഥിരമായി കണ്ടതിനെ തുടർന്ന് ഇതിനൊന്നും ചീഫ് വൈൽഡ് വാർഡനെ അറിയിക്കുകയും കൂട് വയ്ക്കാൻ വേണ്ടി അദ്ദേഹം പെർമിഷൻ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുമ്പും നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കൂട് വെച്ച് കൊമ്പങ്കല്ലിൽ നിന്നൊരു കരടിയെ കിട്ടിയിട്ടുള്ളതും ആയതിനെ നമ്മൾ ഉൾക്കാട്ടിൽ റിലീസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ നമുക്ക് ടി കെ കോളനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നിൻ്റെ പരിസരത്ത് നിന്ന് ആണ് ഇപ്പോൾ കൂട് വയ്ക്കുകയും അവിടെ കരടിയെ കൂട്ടിൽ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഈ കരടിനെ എന്തായാലും നിരീക്ഷണത്തിനായിട്ട് 2 ദിവസം വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ നിർത്തുന്നതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് വാർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടിയതോടെ ആശ്വാസമായെന്ന് വാർഡ് മെമ്പർ രമ്യ പറഞ്ഞു. ഒരുപാട് നാളായിട്ട് ടി കെ കോളനിയുടെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരടിയായിരുന്നു. അതിനെ ഇന്ന് 12 മണിയായപ്പോഴത്തേക്ക് അതിസാഹസികമായ രീതിയിൽ തന്നെ പിടികൂടിയിട്ടുണ്ട്. അത് കൂട്ടിക്കേറിയിട്ടുണ്ട്. രാത്രി 8 മണി വരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ട് എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഒരു കാരണവശാലും ആ കരടിനെ തുറന്നു വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് ഇതിന്റെ പേരില്. 2025 ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി വനത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ ഈ കരടിയെ കാട്ടിൽ തുറന്നുവിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും മുൻ വാർഡ് മെമ്പർ VK ബാലസുബ്രഹ്മണ്യനും ആവശ്യപ്പെട്ടു. നമ്മൾ ഈ കരടീനെ ഇന്ന് ടി കെ കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ. ഇപ്പം തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത്. കാരണം ഈ കരടി ഈ കിഴക്കൻ മേഖലയെ ആകെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ്. അവിടുന്ന് നമുക്ക് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഫോറസ്റ്റുമാർ ഒരുപാട് പ്രാവശ്യങ്ങൾ വിളിച്ചു. തേനീച്ചപ്പെട്ടി കൊണ്ടുവന്ന് പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു, തേനൊഴിച്ചു, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും 7 മണി 8 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞത്. 12-12:30 ആയപ്പോഴേക്ക് തന്നെ കരടി കുടുങ്ങി. ആ കരടിയെ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒന്നടങ്കം പറയാനുള്ളത്,
AP അനിൽകുമാർ MLA, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മറ്റ് ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി വനപാലകരുമായി സംസാരിച്ചു. ഏറെ കാലമായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ TK കോളനി ഭാഗങ്ങളിൽ വീതി വരുത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കൂടിൽ ഇന്നലെ പുലർച്ചെ അകപ്പെട്ടിട്ടുണ്ട്. വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സംയോജിതമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവര് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ സഹിക്കുന്ന സമയത്ത് തന്നെ ലൈവ് ക്യാമറ സ്ഥാപിക്കുകയും കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ആശ്വാസമുള്ളൊരു ദിവസമാണെന്ന്, കാരണം അതിന് അവസാനം നമുക്ക് പിടികിട്ടി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 12-ാം തീയതിയാണ് TK കോളനി ഇതേപോലെ ഒരു കരടിയെ പിടിച്ച് നമ്മളതിനെ റീലൊക്കേറ്റ് ചെയ്ത് മേഖലയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ആ കരടി തന്നെയാണ് വീണ്ടും ഇതേ സ്ഥലത്ത് ഇപ്പൊ വന്നുകാണ്ടും ഇതുപോലത്തെ ആളുകൾക്കിടയിൽ ഭീതി പരത്തുന്നത്. പറയാന്ന് വെച്ചാല് ഇതിനെ പിടികൂടിയ സ്ഥിതിക്ക് ഇനി ജനവാസ മേഖലയ്ക്ക് ഭീഷണി വരുന്ന രീതിയിൽ ഇതിനെ എവിടെയും തുറന്നു വിടാതെ, മലപ്പുറം ജില്ലയിൽ തന്നെ തുറന്നു വിടരുതെന്നാണ്. ഇതിനെ നല്ലൊരു സൂയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണം. അതാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ TK കോളനി പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും എല്ലാവരുടെയും ആവശ്യം അതാണ്. അത് വനംവകുപ്പ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.